ഇതൊരു പേഷ്യൻറ്റിൻ്റെ പ്യുവർ ചാർജ് ആൻഡ് ഗോ AX എന്ന് പറയുന്ന മോഡലുള്ളൊരു ഹിയറിംഗ് എയ്ഡാണ്. അപ്പോൾ പേഷ്യൻ്റ് കൊണ്ടുവന്നപ്പോൾ ഒരു ഹിയറിംഗ് എയ്ഡിൽ ചാർജ് കയറുന്നുണ്ട്, പക്ഷെ മറ്റേനകത്ത് ചാർജ് കയറുന്നില്ല എന്നുള്ളതായിരുന്നു കംപ്ലൈൻറ്റ്. ഞാനിത് ജസ്റ്റ് അനക്കി മാറ്റിയൊക്കെ വെച്ച് നോക്കി. അപ്പം ഇങ്ങനെ അനക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മിന്നുന്നുണ്ട്, അത് കഴിഞ്ഞ് കണ്ടോ അങ്ങ് ഓഫായി പോവുക. അപ്പോൾ ഇതാണ് ആ ഹിയറിംഗ് എയ്ഡ്. ഇതിൻ്റെ ചാർജിങ് കോണ്ടാക്ട് ഏരിയ ഉണ്ട്, കണ്ടോ? ഈ കോണ്ടാക്ട് ഏരിയ നോക്കുമ്പോൾ ഈ ഒരു ഗോൾഡ് കളറിലെ ആ ഒരു കോണ്ടാക്ട് ഏരിയ ആണ്. നോക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ അഴുക്ക് ഇതിനകത്ത് കയറിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടാക്ട് ഏരിയ ക്ലീൻ ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് നോക്കുമ്പോഴും കണ്ടോ അതേ കോണ്ടാക്ട് ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇത് തമ്മിൽ കോണ്ടാക്ട് വരുമ്പോഴാണ് ഗാൽവനിക് ചാർജിങ് നടക്കുന്നത്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് മേടിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു ബ്രഷ് എടുക്കുക, അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയോ പഞ്ഞോ അങ്ങനെ എന്തായാലും മതി. ഈ ഒരു കോണ്ടാക്ട് ഏരിയ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ആ ഒരു പൊടികളൊക്കെ പോകുന്നത് വരെയും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് സാനിറ്റൈസർ യൂസ് ചെയ്യാം കേട്ടോ, ഒരു നനവിന് വേണ്ടിയിട്ട്. ഓക്കെ, ഏകദേശം ക്ലീനായി. ഇനി ഒരു തുണിയും കൂടെ ഇട്ട് പിടിക്കുകയാണെങ്കിൽ ഒരു ശകലവും കൂടി ക്ലീൻ ആവും. എനിക്ക് പോലെ ഒരു പഞ്ഞി എടുക്കുക, ജസ്റ്റ് സാനിറ്റൈസറിൽ ഒന്ന് മുക്കിയതിന് ശേഷം ബഡ്സ് ഉണ്ടെങ്കിൽ വീട്ടിൽ നമ്മൾ ചെവിയിലിടുന്ന ബഡ്സ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ബഡ്സ് വെച്ചിട്ട് ആ ഒരു ചാർജിങ് കോണ്ടാക്ട് ഏരിയയും കൂടി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ആ ഒരു പൊടി കണ്ടോ, കോട്ടൻ്റെ ആ ഒരു ചെറിയൊരു അഴുക്കിൻ്റെ ആ ഒരു നിറം മാറ്റമാണ് ഈ കാണുന്നത്. ഓൾസോ അതിൻ്റെ അകം ക്ലീൻ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊന്നുകൂടി ഇത് വച്ച് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. തരാ, കണ്ടോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചാർജ് കയറുന്നില്ല എന്ന് നമുക്ക് ആദ്യം ഫീൽ ചെയ്യുമ്പോൾ ആദ്യം ജസ്റ്റ് ഈ കോണ്ടാക്ട് ഏരിയാസ് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ഹിയറിംഗ് എയ്ഡിൻ്റെയും അതേസമയം ചാർജറിൻ്റെയും. ഓക്കെ, സോ യെസ്.